സാധാരണക്കാരുടെ കണ്ണീരിൽ കുതിർന്ന പണവുമായി മുങ്ങിയ പാതിവില തട്ടിപ്പ് കേസിൽ ഒടുവിൽ ബി.ജെ.പി. ഉന്നത നേതൃത്വം തന്നെ കുരുങ്ങുകയാണ്. ബി.ജെ.പി. സംസ്ഥാന നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തതോടെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ ഈ കേസിന് പുതിയ മുഖം വന്നിരിക്കുകയാണ്. തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എൻ രാധാകൃഷ്ണനെ കൂടാതെ ബി.ജെ.പി. നേതാക്കളായ സുമേഷ്, രൂപേഷ് മേനോൻ, കെ.ടി. ബിനീഷ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. പാതിവിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ പണം വാങ്ങി 2 വർഷമായിട്ടും വാഹനമോ പണമോ നൽകിയില്ല എന്നതാണ് പരാതി. എന്താണ് ഈ പാതിവില തട്ടിപ്പ് കേസ്? CSR ഫണ്ട് ഉപയോഗിച്ച സ്കൂട്ടറും ലാപ്ടോപ്പും പകുതി വിലയ്ക്ക് നൽകാമെന്ന് വിശ്വസിപ്പിച്ച അനന്തകൃഷ്ണനും സംഘവും തട്ടിയെടുത്തത് 1000 കോടി രൂപയിലധികമാണ്. തുടക്കത്തിൽ കുറച്ചു പേർക്ക് സാധനങ്ങൾ നൽകി വിശ്വസിപ്പിച്ചു. പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും പണം വാങ്ങി മുങ്ങുകയായിരുന്നു. ഈ തട്ടിപ്പിൽ ബി.ജെ.പി. നേതാക്കളുടെ പങ്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എൻ രാധാകൃഷ്ണൻ പ്രസിഡന്റായ സൈൻ എന്ന സംഘടനയുടെ അക്കൗണ്ടുകളിൽ നിന്നും തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ സ്ഥാപനങ്ങളിലേക്ക് 42 കോടി രൂപ കൈമാറിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു. 40,000-ലധികം പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി വരികയാണ്. കമ്പനികളുടെ CSR ഫണ്ട് വഴി ബാക്കിയുള്ള 50% തുക കണ്ടെത്താം എന്ന വ്യാജേനയാണ് ജനങ്ങളെ ഈ തട്ടിപ്പിൽ ആകർഷിക്കുന്നത്. തുടക്കത്തിൽ കുറച്ചു പേർക്ക് സാധനങ്ങൾ നൽകി വിശ്വാസം ഉറപ്പിക്കുകയും പിന്നീട് വലിയൊരു തുക മുൻകൂറായി വാങ്ങിയ ശേഷം സാധനങ്ങൾ നൽകാതെ കബളിപ്പിക്കുകയുമാണ് ചെയ്തത്. അനന്തകൃഷ്ണൻ എന്ന ആൾ തന്റെ സ്വകാര്യ ഏജൻസികൾ വഴിയാണ് പണം സ്വീകരിച്ചിരുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെയും പ്രമുഖരുടെയും ചിത്രങ്ങൾ കാണിച്ച ആളുകളെ വിശ്വസിപ്പിച്ചു. 2025 റിപ്പോർട്ട് പ്രകാരം ആയിരക്കണക്കിന് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ കേസിൽ ലാലി വിൻസെന്റിനെതിരെ ആരോപണം ഉയർന്നുവെങ്കിലും അവർ വാങ്ങിയ പണം വക്കീൽ ഫീസാണെന്ന് ബോധ്യപ്പെട്ടതോടെ ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ പ്രതി അനന്തകൃഷ്ണൻ മൊഴി നൽകിയെങ്കിലും അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നും തങ്ങൾ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നും അവർ തെളിയിച്ചതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. എറണാകുളം ജില്ലയിലെ ഒരു MLAക്ക് 7 ലക്ഷം രൂപ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം രൂപ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന് 25 ലക്ഷം രൂപ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന് 10 ലക്ഷം രൂപ, മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവിന് 5 ലക്ഷം രൂപയാണ് നൽകിയത് എന്നായിരുന്നു പ്രതി മൊഴി നൽകിയത്. മാത്യു കുഴൽനാടന് പണം ബാങ്ക് വഴി നൽകാമെന്ന് പറഞ്ഞപ്പോൾ പണമായി കൈമാറിയാൽ മതിയെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ടും അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം പൊളിച്ചടക്കുകയായിരുന്നു പിന്നീട് മാത്യു കുഴൽനാടൻ ചെയ്തത്. ചുരുക്കത്തിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച ബി.ജെ.പിക്ക് ഇപ്പോൾ സ്വന്തം നേതാക്കളുടെ അറസ്റ്റ് ഭീഷണി നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച പാവപ്പെട്ടവന്റെ പണം തട്ടിയെടുത്ത ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ പ്രതികൾ അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുകയാണ്.